ആദ്യമേ തന്നെ എന്താ പറയാ, ഈ ഒരു കോഴ്സിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ആസിഫ് എന്നാണ്. ഞാന് കഴിഞ്ഞ 6 വർഷമായിട്ട് 5.5 വർഷമായിട്ട് 2019 ജനുവരി 6-ാം തീയതിയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. അതിനുശേഷം ഇത്രയും കാലം PSC കുട്ടികളെ പഠിപ്പിക്കുന്നു, പ്രത്യേകിച്ചും ടൈപ്പിസ്റ്റ് ബാച്ചിലെ കുട്ടികളെ പഠിപ്പിക്കുന്നു. 2019 വാട്ടർ അതോറിറ്റി 18-19 സമയത്താണ് വാട്ടർ അതോറിറ്റി ഇതിന് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ടൈപ്പിസ്റ്റിന്റെ ആദ്യ ബാച്ച്. അതിനുശേഷം ഇപ്പോൾ ഒരു വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റ് പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കുന്നു. അപ്പൊ ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഓരോന്നോരോന്നായിട്ട് പറയാം. ഞാൻ ഫോൺ നോക്കുന്നേ ഇല്ല. കാരണം ഇന്നത്തെ ക്ലാസ്സിൽ ചിലർക്ക് ഞാൻ കുറച്ച് റൂൾസ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. അത് ഫോളോ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, സംശയങ്ങൾ ഉണ്ടാവും അല്ലെ? അപ്പൊ ഇന്ന് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ക്ലാസ് ആയിട്ട് എടുക്കാൻ ഒരു ചെറിയ ടോപ്പിക്ക് ഞാൻ ക്ലാസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ക്ലാസ് ഉണ്ടാവും. അല്ലാത്ത സമയത്ത് പുതുതായിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആപ്പ് എങ്ങനെയാണ്, നമ്മൾ ഈ കോഴ്സ് എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇനി എന്തൊക്കെ പരീക്ഷകളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഏത് രീതി പഠിച്ചാലാണ് ജോലിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ നിങ്ങൾക്കറിയാൻ ആകാംക്ഷ ഉണ്ടാവും. അത് എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ അജണ്ട. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാണ്. ഇത് നമ്മുടെ വെബ്സൈറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് 101% എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും. www.pachavallam.com കേട്ടോ. www.pachavallam.com എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് ആണ്. നമ്മുടെ ഹോം പേജ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഹോം പേജിൽ ഇങ്ങനെ ആയിരിക്കും. pachavallam.com എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹോം പേജ് ഇങ്ങനെ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ബാങ്ക് ഉണ്ട്, നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഡെയിലി കിട്ടുന്നുണ്ട്, പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ്, ജനറൽ PSC ബേസ് ചെയ്തുകൊണ്ട് കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കണ്ടോ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ഇവിടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തു വെച്ചതാണ് ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ട്. ഇത് ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ പലതവണ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് മോക്ക് ടെസ്റ്റുകളായിട്ട് ഫ്രീ ആയിട്ട് എപ്പോ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ വെബ്സൈറ്റ് വഴി. ഓരോരോ ഇതെങ്ങനെ ഉണ്ടാവാന്നറിയോ, ഇതെങ്ങനെ ഉണ്ടാവാന്നുള്ളത്? ഇവിടെ അറ്റൻഡ് എക്സാം കൊടുത്തു കഴിഞ്ഞാൽ ചോദ്യം ഇവിടെ കാണിക്കും. ഓപ്ഷൻസ് ഇവിടെ കാണിക്കും. നിങ്ങൾ ഏതാ ആൻസർ എന്നുള്ളത് എന്ത് ചെയ്യുക, ടിക്ക് ഇടുക, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുക്കുക. അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് അവൈലബിൾ ആണ്, അൺലിമിറ്റഡ് ആയിട്ട്, ഫ്രീ ആയിട്ട് കേട്ടോ. ഇതിൽ ഇങ്ങനെ ഇനിയും ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. യൂസ്ഫുൾ അല്ലേ? പച്ചവെള്ളത്തിൽ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലേ? ഇത് നമുക്ക് ഇനി വേണമെങ്കിൽ ഡെയിലി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് മോക്ക് ടെസ്റ്റുകളും ആയിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പൊ ഒരു കാര്യം അത് ഓക്കെ, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. പിന്നെ നമ്മൾ കുറച്ച് നോട്ട്സ് ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് ഇനി നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അതെല്ലാം ഫ്രഷ് നോട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മളെ ടൈപ്പിസ്റ്റിൽ മുന്നേ ചെയ്ത യൂട്യൂബ് ക്ലാസ്സിന്റെ ലിങ്ക് അതവിടെ മിസ്മാച്ച് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് കുറെ യൂട്യൂബ് ക്ലാസ്സുകൾ ചെയ്തില്ലേ, അതിലേക്കും കൂടെ റീഡയറക്ഷൻ കൊടുക്കുക. ഇതൊക്കെ എന്താണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോക്കാം. ഈ പറയുന്ന മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ. അതൊരു കാര്യം, വെബ്സൈറ്റിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതില് എപ്പോഴും നമുക്ക് ഒരു ദിവസം ഒരു 10 പേരെങ്കിലും എന്ത് ചെയ്യും, നമ്മളോട് ചോദിക്കും, സാർ സിലബസ്, വാട്ടർ അതോറിറ്റിയുടെ സിലബസ് ഞാന് അത് ഡേറ്റ് വന്നന്ന് അപ്ലോഡ് ചെയ്താണ്. തലേ ദിവസം 29-ാം തീയതി വൈകുന്നേരം വരെ എന്നോട് സിലബസ് ചോദിച്ച ആളുകളുണ്ട്. കാരണം നാളെ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക എന്നുള്ള ഒരു ധാരണ വെക്കണല്ലോ. അപ്പൊ 29-ാം തീയതി വൈകുന്നേരം വരെ സിലബസ് ചോദിച്ച ആളുകളുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മുടെ പിള്ളേര് അങ്ങനെ ആവരുതേ. സിലബസ് നമ്മൾ ആദ്യം കൂട്ടി എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇവിടെ ഒരു ടാബ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ സിലബസ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. അപ്പൊ ഇവിടെ ഓരോ പരീക്ഷയുടെയും സിലബസ് ഉണ്ട്. അതിൽ കുറച്ച് താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഇതിനകത്ത് ഇപ്പൊ കഴിഞ്ഞ സിലബസുകളെല്ലാം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതില് ഇതാണല്ലോ കൂടുതൽ കുറെ പേര് എഴുതിയ 13-ാം തീയതി ഓഗസ്റ്റ് 13-ന് നടന്ന പരീക്ഷ, സ്റ്റെനോ ടൈപ്പിസ്റ്റ് KRF-ലേക്കൊക്കെ നടന്ന പരീക്ഷ. നിങ്ങൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ PDF അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ,
ഇനി നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. ഇതുവരെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അപ്പോ സിലബസ് ഇനി ആരും ഗ്രൂപ്പിലോ എവിടെയും ചോദിക്കരുതേ. നിങ്ങൾക്ക് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം? നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് സിലബസ് കൂളായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. യെസ്. ഇനി ക്ലർക്ക് ടൈപ്പിസ്റ്റ്. ഓക്കെ, ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഇതാണല്ലോ കൂടുതൽ ആളുകളും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിലവിലെ സാഹചര്യ പ്രകാരം സ്റ്റെനോ ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, LD ടൈപ്പിസ്റ്റ്. ഈ ഗ്രേഡ് 2 ഇപ്പൊ ചെറിയ കൺഫ്യൂഷൻ വന്നു അല്ലെ? അതിന് വാട്ടർ DC-യുടെ ടോപ്പിക്കും കൂടി അഡീഷണലി കയറി വന്നു 256 അല്ലെ? യെസ്. അപ്പോ നമുക്ക് ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന റേഞ്ചില് നമുക്ക് തന്ന സിലബസ് ഇതുവരെ 2024 ഇപ്പൊ ഓഗസ്റ്റിൽ നടന്ന പരീക്ഷയ്ക്ക് വരെ ക്ലർക്ക് ടൈപ്പിസ്റ്റിന് നമ്മുടെ കയ്യിൽ തന്ന സിലബസ് ഇതാണ്. ഓക്കെ, 10 മാർക്കിന് കറണ്ട് അഫയേഴ്സും GK കൂടെ, 40 മാർക്കിന് കമ്പ്യൂട്ടറും വേർഡ്, എക്സൽ, പവർ പോയിന്റും. അത് നമുക്ക് വേണമെങ്കിൽ 10+30 എന്നുള്ള രൂപത്തിലാണ് അധികവും ചോദിച്ച് കാണാറുള്ളത്. അല്ലെങ്കിൽ 9+31 ആവും, അല്ലെങ്കിൽ 11+29 ആവും. അങ്ങനെയാണ് നോർമലി കാണാറുള്ളത്. സൂം ചെയ്യണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടോ. യെസ്, നമ്മൾ ഇനി ഒരു ഫാമിലിയാണ്, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും പറയാം. ഓക്കെ, നമ്മൾ നിങ്ങളോട് ഉറപ്പ് തന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കോഴ്സിൽ കൃത്യമായിട്ട് പാലിച്ചു പോകും കേട്ടോ. അതിൽ എന്ത് കുറവുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോ ഇവിടെ അങ്ങനെ 40 മാർക്ക്, ടൈപ്പ് റൈറ്ററിന്റെ 10 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് നമ്മളെല്ലാവരും അധികം മലയാളമായിരിക്കും, അതിന് 20 മാർക്ക്, ഇംഗ്ലീഷിന് 20 മാർക്ക്. ഇതാണ് നമ്മുടെ ക്ലർക്ക് ടൈപ്പിസ്റ്റിന്റെ കഴിഞ്ഞ തവണത്തെ സിലബസ്. ഇനി ഇതിൽ DCA വരുമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ PSC പോലും ഇപ്പൊ അതിന് മറുപടി ഉണ്ടാവില്ല അല്ലെ? ചില പരീക്ഷകളിൽ DCA കയറി വരുന്നുണ്ട്, ചില പരീക്ഷകളിലാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടും DCA ഇല്ല. അപ്പൊ നമുക്കതിപ്പോ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. കഴിഞ്ഞ തവണ നമ്മുടെ കയ്യിലുള്ള ക്ലർക്ക് ടൈപ്പിസ്റ്റിന്റെ സിലബസ് ഇങ്ങനെയാണ്. ഇതിൽ DCAയുടെ സിലബസ് ഇല്ല. നോർമൽ നമുക്ക് ജനറലി നമ്മളിപ്പോ 2 വർഷമായിട്ട് കാണുന്ന സിലബസ് മാത്രമേ ഇതിലുള്ളൂ. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകളെ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതില് ഈ സിലബസിന്റെ ഡിസ്കഷൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പൊ പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് അറിയാം, ജനറൽ നോളജ് എന്ന് പറയുന്നത് ഫാക്ട് അബൌട്ട് ഇന്ത്യ, ഫാക്ട് അബൌട്ട് കേരളയാണ്. അതിൽ ഫാക്ട് അബൌട്ട് ഇന്ത്യയിലേക്ക് സിലബസ് വളരെ കുറച്ചേ ഉള്ളൂ അല്ലെ? ജോഗ്രഫി ഓഫ് ഇന്ത്യ, ഫിസിക്കൽ ഫീച്ചേഴ്സ്, ക്ലൈമറ്റ്, സോയിൽ, റിവേഴ്സ്, ഫേമസ് സൈറ്റ്സ്, ഇങ്ങനെ ജോഗ്രഫി എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ അഭിരാം സാർ ആണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അഭിരാം സാറുടെ ക്ലാസ്സുകളെ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മൾ ബാക്കിയുള്ള പലയിടത്തും നിങ്ങൾക്കൊക്കെ അറിയാം അല്ലെ, കംപ്ലൈന്റുകളായിട്ട് നമ്മളെടുത്ത് പറയുന്നതാണ് എന്ത്? യെസ്, നമുക്ക് LDCയുടെ ബാച്ചും ടൈപ്പിസ്റ്റിന്റെ ബാച്ചും എല്ലാം കമ്പൈൻഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത്, GKയുടെ ടോപ്പിക് ഒക്കെ. പക്ഷെ നമ്മുടെ ക്ലാസ്സുകളെ ഈ കോഴ്സിലുള്ള ക്ലാസ്സുകളെ നമ്മൾ മുന്നേ ഒന്നും കമ്പൈൻഡ് അല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ സെപ്പറേറ്റ് തന്നെയായിരിക്കും. യെസ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു കേട്ടോ. ഇംഗ്ലീഷിലെ മെറ്റീരിയൽസ് ഷെയർ ചെയ്ത്, ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ആ രൂപത്തിലായിരിക്കും നമ്മൾ പോവുക. അപ്പൊ അഭിരാം സാർ ജോഗ്രഫിയുടെ കാര്യം അഭിരാം സാർ നോക്കിക്കോളും കേട്ടോ. പിന്നെ ഹിസ്റ്ററി, അതുപോലെ തന്നെ ആ ഒരു ഏരിയയിലുള്ള ടോപ്പിക്ക് ഇതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങളെ ജോഗ്രഫി അഭിരാം സാർ എടുക്കും, റിനൈസൻസ് ഇൻ കേരള, അങ്ങനെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്. നിങ്ങൾ ആരും ഒന്നും പറയാത്ത എന്താ? ഓക്കെ അല്ലേ? കേൾക്കുന്നില്ലേ? ഹലോ ചെക്ക്. ഓക്കെ, ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരെടുക്കും? നമ്മുടെ അനൂപ് സാർ എടുക്കും കേട്ടോ. അനൂപ് സാറ് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കും. പിന്നെ നമ്മൾ ഇതിനകത്ത് ഡീമോഗ്രഫി, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, പോവർട്ടി അലിവിയേഷൻ, എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് അജാസ് സാറുടെ കുറച്ച് എക്കണോമിക്സ് കുറച്ചേ ഉള്ളൂ, അതിനൊരു ബൗണ്ടറി ഉണ്ട്. അത്രയൊക്കെ ഈ പറയുന്ന നമ്മുടെ ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ. അത് അജാസ് എന്ന് പറയുന്ന സാർ. എല്ലാത്തിനും നമുക്ക് സെപ്പറേറ്റ് ടീച്ചേഴ്സ് ഉണ്ട്, ആളെടുക്കും. പിന്നെ ഇതും നമ്മുടെ ഹിസ്റ്ററിയുടെ ടോപ്പിക് ആയിട്ട് അനൂപ് സാർ കവർ ചെയ്യുന്നതാണ്. അപ്പൊ 3 ടീച്ചേഴ്സ് വെച്ചിട്ടാണ് GK നമ്മൾ കവർ ചെയ്യുക കേട്ടോ. അത് ഏതൊക്കെ ദിവസങ്ങളിലാണ് എന്താണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ ടൈം ടേബിൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. കറണ്ട് അഫയേഴ്സ് പിന്നെ ഇതൊന്ന് ശ്രദ്ധിക്കണേ. കറണ്ട് അഫയേഴ്സ് ശ്രദ്ധിക്കണേ. കേൾക്കുന്നില്ലേ? കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാനാണ് ഇത് ഹാൻഡിൽ ചെയ്യുക. കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മളെ രാവിലെ 7:30 നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടേ ചെയ്യുന്നുള്ളൂ.
കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1, 2, 3 മാക്സിമം 3 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുക. ഓക്കെ, അപ്പൊ ആ 3 മാർക്കിന് വേണ്ടിയിട്ട് സാറേ ഞാൻ ക്ലാസ്സിലായിരുന്നല്ലോ തിരക്കുണ്ടോ? ഓക്കെ, യെസ്. അപ്പോ ആ 3 മാർക്കിന് വേണ്ടിയിട്ട് 7:30 എന്നും ക്ലാസ് കാണണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് നമ്മൾ നിങ്ങൾക്ക് തരാൻ റെഡിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അതായത് 3 മാർക്കേ ഉള്ളൂ. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് തലേ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഒരു മാസം പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടണമെന്നില്ല. അതിങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, വരിവരിയായിട്ട് ഓരോരോ ടോപ്പിക്കുകൾ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ പോകും. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ജനറൽ PSC എഴുതുന്നുണ്ടെങ്കിലും അതിനൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് യൂസ്ഫുൾ ആവും. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നും രാവിലെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് വേണോ? യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബാച്ചിൽ കറണ്ട് അഫയേഴ്സ് ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് പരീക്ഷ വരെ ഇന്ന് ഈ 2025 ഡിസംബർ 31 വരെ CAക്ക് ഇനി നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട എന്നുള്ള രൂപത്തിൽ നമ്മുടെ ക്ലാസ്സുകളെ പോവും. ഓക്കെ, അപ്പൊ ഫിക്സ് നിങ്ങൾക്ക് വേണം അല്ലെ? അപ്പൊ ഒരു ക്ലാസ് നമുക്ക് എന്നും തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:30 കറണ്ട് അഫയേഴ്സ്. ഞാൻ പറഞ്ഞു അത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടല്ല, അത് നമ്മുടെ ഒരു ഡെയിലി റുട്ടീനാണ്. ബാക്കിയുള്ള LDC ബാച്ചും LGS ബാച്ചും മറ്റു ബാച്ചുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുക, അത് നിങ്ങൾക്ക് കൂടി കോമൺ ആയിട്ട് എല്ലാ ദിവസവും നമുക്ക് തരാം. അതൊരു ക്ലാസ് ആയിട്ട് നിങ്ങൾ കൂട്ടണ്ട. നീ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, CAയിൽ നിങ്ങൾ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് പക്ഷേ നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ എന്ത് ചെയ്യുക, അങ്ങനെ കൊണ്ടുപോവുക കേട്ടോ. അപ്പൊ അത് ഫിക്സ്ഡ് ആണ്. അതൊരു ക്ലാസ് എപ്പോഴും നമുക്ക് അവിടെ ഉണ്ടാവും. 3 മാർക്കൊക്കെയാണ് കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് തന്നെയാണ്, 3 മാർക്ക് കളയാനുള്ളതല്ല അല്ലെ? യെസ്. അപ്പൊ അതങ്ങനെ, അപ്പൊ അതൊക്കെ കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, 10 മാർക്കിനെ അവിടെ കിട്ടുക. ഓക്കെ, യെസ്. പിന്നെ ഇത്തിരി സ്പീഡാക്കാൻ തോന്നുന്നു അല്ലെ? പിന്നെ 40 മാർക്കിനാണ് കമ്പ്യൂട്ടറിന്റെ ബേസിക്സ്, ഒരു 10 മാർക്കിന് ചോദിക്കും. വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഒരു 30 മാർക്കോളം ചോദിക്കും. ഓക്കെ, ഇതിൽ അടുത്ത വരാൻ പോകുന്ന പരീക്ഷയിൽ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ 40-ല്? നിങ്ങൾ പറഞ്ഞേ. എല്ലാ ക്ലാസ് റെക്കോർഡഡ് ഉണ്ടാവും. ഹിഫ്സു റഹ്മാൻ എല്ലാ ക്ലാസ് റെക്കോർഡ് ഉണ്ടാവും. സാലി ഫ്രാൻസിസ് ഞാൻ പറയാം കേട്ടോ, ക്ലർക്ക് ടൈപ്പിസ്റ്റ് കഴിയുന്നത് വരെയല്ല, 2025 ഡിസംബർ 31 വരെ ഈ കോഴ്സിന് നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടാവും. അടുത്ത വർഷം നടക്കുന്ന എല്ലാ പരീക്ഷയ്ക്കും നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ആ രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലർക്ക് ടൈപ്പിസ്റ്റിന്റെ ബാച്ച് എന്നുള്ള രൂപത്തിലല്ല നമ്മൾ ഈ ബാച്ചിനെ കാണുന്നത്. അടുത്ത വർഷത്തെ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. യെസ്, അടുത്ത വർഷം ഒരു തീരുമാനമാക്കണം. ഇല്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് തീരുമാനമാക്കുന്ന വക്കത്ത് നമ്മൾ എത്തിച്ചു കൊണ്ട് ഫുൾ കണ്ടന്റ് പഠിച്ച് പരീക്ഷ എഴുതി നമ്മൾ റെഡിയായി നിൽക്കും. 16-ൽ വരുന്ന LD ടൈപ്പിസ്റ്റും കൂടെ നമ്മൾ ആ ഒരു എനർജി തന്നെ പോവും. ക്ലർക്ക് ടൈപ്പിസ്റ്റും നമുക്ക് കിട്ടണം, ആ പറയുന്ന LD ടൈപ്പിസ്റ്റും കിട്ടണം കേട്ടോ. അപ്പൊ അടുത്ത പരീക്ഷയില് ഈ 40-ൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം നമുക്ക്? 40-ൽ 40 മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ഓക്കെ, യെസ്. ഇവിടെ വരുന്ന മറ്റു പരീക്ഷകൾ ഇതൊക്കെ ഞാൻ പറയാം. ഞാൻ സിലബസിനെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ വരാം കേട്ടോ, ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരാം. അപ്പൊ അടുത്ത പരീക്ഷയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? 40-ൽ 40 മാർക്കും സ്കോർ ചെയ്യുക എന്നുള്ള പരീക്ഷയിലെ എന്നുള്ള ശുദ്ധാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരിപാടി തുടങ്ങാം കേട്ടോ. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കഴിഞ്ഞ 13-ാം തീയതി പരീക്ഷയിലും വാട്ടർ അതോറിറ്റിയുടെ പരീക്ഷയിലും 40-ൽ ഒരു 38-39 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയോ? ആ കോഴ്സിൽ ഉണ്ടായിരുന്നവര് പറ, കഴിഞ്ഞ കോഴ്സിൽ ഉണ്ടായിരുന്നവര് പറ. ഒരു 37-38 മാർക്ക് അല്ലെങ്കിൽ ചിലർക്കൊക്കെ 39 മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, 6 മാസം കൊണ്ട് പഠിച്ചിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, പിന്നെ എന്തുകൊണ്ട് 1.5 വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 40-ൽ 40 സ്കോർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ? പറ്റാതിരിക്കില്ല, പറ്റണം കേട്ടോ. അപ്പോ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ വേർഡ് ഒക്കെ നമ്മൾ എങ്ങനെ എടുക്കാന്നറിയോ? ഇപ്പൊ പവർ പോയിന്റ് എങ്ങനെ എടുക്കാന്നറിയോ? ഇങ്ങനെ കാണിക്കും. യെസ്. എന്നിട്ട് ഹോം ടാബിൽ എന്തൊക്കെയാണുള്ളത് ഇവിടെ കാണുന്നില്ലേ നിങ്ങൾക്ക്? ക്ലിപ്പ് ബോർഡ് ഉണ്ട് അല്ലേ? ക്ലിപ്പ് ബോർഡിലാണ് ഏതൊക്കെ ഓപ്ഷൻ ഉള്ളത്? പേസ്റ്റ് സ്പെഷ്യലിന്റെ ഷോർട്ട് കട്ട് ചെയ്താണ് ചോദിച്ചില്ലേ? യെസ്. അതേപോലെ തന്നെ നമ്മുടെ ന്യൂ സ്ലൈഡ് എടുക്കുന്ന സമയത്ത് എത്ര ലേ ഔട്ട് ഉണ്ട്? 9 ലേ ഔട്ട് ആണ് ഉള്ളത് അല്ലേ? യെസ്. ഡിഫോൾട്ട് ആയിട്ടുള്ള ഫോണ്ട് ഏതാ? പവർ പോയിന്റിന് ഡിഫോൾട്ട് ആയിട്ടുള്ള ഫോണ്ട് ഏതാ? അങ്ങനെ ഒരാൾ സംശയം ചോദിച്ചായിരുന്നു. പവർ പോയിന്റിന് ഡിഫോൾട്ട് ആയിട്ടുള്ള ഫോണ്ട് ഇല്ല. വേർഡിലും എക്സലിലും ഡിഫോൾട്ട് ഫോണ്ട് ഉണ്ടെങ്കിൽ പവർ പോയിന്റിന് ഡിഫോൾട്ട് ആയിട്ടുള്ള ഫോണ്ട് ഇല്ല. അത് ഏത് പ്ലേസ് ഹോൾഡറിലാണോ അതിനനുസരിച്ചാണ് അതിന്റെ
സൈസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഇതാ ഈ പവർ പോയിന്റ് ഇവിടെ കാണിച്ച് ഇല്ലെങ്കിൽ ഇതാ വേർഡ്, ഈ വേർഡ് ഇവിടെ കാണിച്ച് 2007 വേർഡ് എടുത്തിട്ട് അതിനകത്ത് ഹോം ടാബ്, ഇൻസെർട്ട് ടാബ്, പേജ് ലേഔട്ട്, റെഫറൻസ് ടാബ്, മെയിലിംഗ്സ് ടാബ്, റിവ്യൂ ടാബ്, വ്യൂ ടാബ്, ഇങ്ങനെ ഓരോരോ ഓപ്ഷൻസ് എടുത്തിട്ട് അങ്ങനെ എടുത്തെടുത്താണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അതിന്റെ അറ്റം വരെ നമുക്ക് കാണാൻ പറ്റണം. എല്ലാ പരീക്ഷയ്ക്കും ഇതിന്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കി ഞാനും നിങ്ങളും കൂടി ആയിട്ടാണ് ഇത് പഠിക്കുന്നത് കേട്ടോ. എക്സൽ ആണെങ്കിലും എല്ലാണെങ്കിലും നമുക്ക് ഫോർമുലാസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് വേറെ കാര്യം അറിയോ, 2007 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാല് സ്ലൈഡ് ഒക്കെ നല്ല രസത്തില് നല്ല ഭംഗിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് വേറെ ഒന്നും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റൂല, ക്രാഷ് ആവും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ സിസ്റ്റത്തില് നമ്മുടെ എല്ലാ സ്ലൈഡുകളും 2007 മോഡലിലാണ് ഇപ്പൊ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ. കാരണം ഈ കോഴ്സ് നമ്മൾ നിർത്തുന്നില്ലല്ലോ, ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവല്ലേ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം നിങ്ങളെ ലേഔട്ടുകൾ കാണിച്ച് വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് പഠിച്ച് പോകണം. ഓക്കെ. അപ്പൊ അതിൽ 40 മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ലെവലില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നോക്കാൻ പറ്റണം കേട്ടോ. പിന്നെ ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഇപ്പോ ഉള്ളൂ. പണ്ടത്തെ പോലെ ഇല്ല, 10 മാർക്കേ ഉള്ളൂ. അത് നമ്മളെ വിദ്യാമിസിന്റെ നേതൃത്വത്തില് വിദ്യാമിസും നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യും. ഡീപ്പായിട്ട് കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് അറേഞ്ച് ചെയ്യും കേട്ടോ. അപ്പൊ എത്ര മാർക്കായി? 10 മാർക്ക്, 40 മാർക്ക്, 10 മാർക്ക്. അപ്പൊ എത്രയായി? 50ഉം 60 മാർക്കായില്ലേ? തീർച്ചയായിട്ടും. തുടക്കക്കാരെ എങ്ങനെ ഫോളോ ചെയ്യണം, ഞാൻ സിലബസ് ഒന്ന് പറഞ്ഞോട്ടെ കേട്ടോ. സിലബസ് ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോ ഇവിടെ നമുക്ക് 60 മാർക്കായി. പിന്നെ ഇംഗ്ലീഷും മലയാളവും ഇപ്പൊ എനിക്കൊരു പേടിയും തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിഷാമിസിനെ ഇതങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്കൊരു ഡൗട്ടും ഇല്ല, എനിക്കൊരു പേടിയില്ല. ഈ വീഡിയോ കാണുമോ? പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അത്രത്തോളാണ് നമ്മളെ നിഷാ മിസ് ഒക്കെ നമ്മൾ ഈ കോഴ്സിന് വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റിലെ എക്സാമിന് വേണ്ടിയിട്ട് അല്ലെ. 24/7 എന്ന് പറഞ്ഞ പോലെ മിസ് ഗ്രൂപ്പിലും എല്ലായിടത്തും ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മിസ് അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മിസ് ഇതിലുള്ള 20 മാർക്ക്, അത് പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഇതെല്ലാം മിസ് നോക്കിക്കോളും. ഓക്കെ. നിഷാ മിസ് നോക്കിക്കോളും കേട്ടോ. പിന്നെ കന്നഡ ആവശ്യമുള്ള ആളുകൾക്ക് അതിന്റെ ക്ലാസ് നമ്മൾ ചെയ്യുന്നില്ലേ കേട്ടോ, അത് നിങ്ങൾ സ്വയം പഠിക്കണം, കന്നഡ എഴുതുന്ന ആളുകളെ. ഇംഗ്ലീഷിൽ നമുക്കറിയാം കോംപ്രിഹെൻഷൻ ഓഫ് പാസേജ്, എഡിറ്റിംഗ്, അതുപോലെ തന്നെ എന്താണ് ഇംഗ്ലീഷിന്റെ യൂസേജ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ഗ്രാമർ, വോയിസ്, ഇതെല്ലാം റീമ മിസ് എന്താണ് മിസ്സിന്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മിസ്സിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഏൽപ്പിക്കാം. ഇനി അതല്ല ഇംഗ്ലീഷ് കുറച്ചും കൂടെ പിന്നെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ മിസ്സിന്റെ അവൈലബിലിറ്റി കുറവാണെങ്കിൽ മാത്രം നമ്മൾ വേറെ ആളെയും ഏൽപ്പിക്കും കേട്ടോ. മിസ്സിന്റെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അടിപൊളിയല്ലേ? ഉഷാറല്ലേ? ഇംഗ്ലീഷിലെ കോൺഫിഡൻസ്. മിസ്സിന് കിട്ടിയ ഫീഡ്ബാക്കുകൾ, എക്സാം കഴിഞ്ഞ് മിസ്സിന് കിട്ടിയ ഫീഡ്ബാക്കുകൾ മിസ് എനിക്ക് ഫോർവേഡ് ചെയ്തിരുന്നു. ഓക്കെ. അപ്പോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റീമ മിസ്സിന്റെ കാര്യത്തിലും എന്താണ് അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ? പുതിയ ആളുകൾ കമന്റ് ബോക്സ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളെ ഓഗസ്റ്റിലെ എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് അതിന്റെ കാര്യങ്ങളെ ആണ് നമ്മൾ ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ ഇത്ര റീമ മിസ് ഇംഗ്ലീഷ് നോക്കും, മലയാളത്തിന്റെ കാര്യങ്ങൾ നിഷാ മിസ് നോക്കും, പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റർ വിദ്യാമിസ് നോക്കും, ഈ ടോപ്പിക്കുകൾ ഈ എളിയവൻ നോക്കും. പിന്നെ അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 10th ലെവൽ ജനറൽ സിലബസ്. ഓക്കെ. ഇനി തുടക്കക്കാരനാണ് ഞാൻ ഇപ്പൊ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ, എനിക്കിത് പോസിബിൾ ആണോ എന്നുള്ളതാണ് കമന്റ് ബോക്സിൽ വന്ന ഒരു ചോദ്യം. ഇനി ഞാൻ വേറെ കാര്യം പറയട്ടെ, നമ്മൾ തുടങ്ങുന്ന ക്ലാസ്സുകളെല്ലാം തുടക്കക്കാരെ ബേസ് ചെയ്തിട്ടായിരിക്കും കേട്ടോ. ഇതില് വളരെ നല്ല രീതിയിൽ പഠിച്ച ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങള് ക്ഷമിക്കുക. കാരണം ഇതില് വളരെയധികം തുടക്കക്കാരുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുകയുള്ളൂ. കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് ഒന്നും കൂടി തറായിട്ട് പഠിച്ചു പോയിക്കൂടെ? ഓക്കെ. സൗണ്ട് ഒക്കെ ഓക്കെ അല്ലേ? കേൾക്കുന്നില്ലേ? അപ്പൊ തുടക്കക്കാർക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നത്. ഇത്രയും ലോങ് ടേം ആണ്, നമുക്ക് എന്തില്ല, ഒരു ടൈറ്റും ഇല്ല, നമുക്ക് മെല്ലെ മെല്ലെ പോയാ മതി. പിന്നെ നമ്മള് പിന്നെ ഓഗസ്റ്റിൽ ഇപ്പൊ നടന്ന പരീക്ഷയിൽ നമുക്ക് ഡെയിലി 4ഉം 5ഉം ഒക്കെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അല്ലെ. രാവിലെ 7:30 കറണ്ട് അഫയേഴ്സ് വരും, ഞാൻ 10 മണിക്ക് പിന്നെ ഞാൻ സ്പെഷ്യൽ ടോപ്പിക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ടോപ്പിക്കായിട്ട് വരും ഞാൻ.
പിന്നെ 11:30 ചില ദിവസങ്ങളിൽ നമ്മളെ DC-യുടെ മാത്സ് ഉണ്ടാവും അല്ലെ. 5 മണിക്ക് ചില ദിവസങ്ങളിൽ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ടാവും, വൈകിട്ട് മലയാളത്തിന്റെ ക്ലാസ് ഉണ്ടാവും, രാത്രി GK-യുടെ ക്ലാസ് ഉണ്ടാവും. അങ്ങനെ 5, 6 ഒക്കെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ഈ ബാച്ചിൽ ഇപ്പോൾ ഈ മാസം ഡെയിലി ഒറ്റ ക്ലാസ്സേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഓരോ ഡേയ്സിലും ഓരോ ക്ലാസ് വെച്ചിട്ടാണ് പോകുന്നത്, ഒരൊറ്റ ക്ലാസ് വെച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ, അതിന്റെ സമയം എന്ന് പറയുന്നത് 8 മണിയോ 9 മണിയോ ആയിരിക്കും. ഓക്കെ, ഇംഗ്ലീഷിന്റെ മിസ് ചിലപ്പോ 6 മണിക്ക് എടുക്കും. അപ്പൊ വൈകിട്ടാണ് കേട്ടോ, ജോലിയൊക്കെ കഴിഞ്ഞ് എത്തുന്ന സമയത്താണ് നമ്മുടെ ക്ലാസ്സിന്റെ സമയം. ഏത് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് 7:30 ഉണ്ട്, അത് ഫ്രീ കോഴ്സ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ വൈകിട്ട് 6, 8, 9 സമയങ്ങൾ അത് ടൈം ടേബിൾ തരും കേട്ടോ. ടൈം ടേബിൾ നമ്മൾ പോസ്റ്റ് ചെയ്യും. ആ ടൈം ടേബിൾ അനുസരിച്ചാണ് നിലവിൽ നമ്മുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, 10 മണി നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കില്ല കേട്ടോ. 10 മണി ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എല്ലാവരും എന്നെ എടുത്തിട്ട് എയറിലാക്കും. യെസ്, 10 മണി നമുക്ക് അപ്പോ ആ പറ്റിയ ഒരു സമയം അതായിരുന്നു. ഇനി 10 മണി ഞാൻ ചില ദിവസങ്ങളിൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ രാവിലേക്ക് മാറ്റാം. അങ്ങനെ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, റെഗുലർ ആയിട്ട് 10 മണിക്ക് നമ്മൾ ക്ലാസ് ഇല്ല, കാരണം ജോലി ചെയ്യുന്ന ആളുകളെ നമ്മൾ മാനിക്കണം കേട്ടോ. അപ്പൊ 8, 9, 10 സമയം, 6 ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടാവുള്ളൂ. 8, 9 രാത്രി 10 സമയങ്ങളിലായിട്ടായിരിക്കും ക്ലാസ്. അത് ടൈം ടേബിള് നിങ്ങൾക്ക് തരാം കേട്ടോ. ഇംഗ്ലീഷിന്റെ മിസ് മാക്സിമം 6 മണിയാ പറഞ്ഞത്. യെസ്, അപ്പൊ ഇപ്പൊ നമുക്ക് തുടക്കത്തിൽ അങ്ങനെ കേട്ടോ. ഇനി മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. ഓക്കെ, പിന്നെ സമയം ഞാൻ ഇത് വെച്ചോട്ടെ എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കൂല കേട്ടോ. ഇന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത സമയം ഞാൻ അങ്ങ് ഫിക്സ് ചെയ്ത് പറയാം. കാരണം വെച്ചോട്ടെ ചോദിച്ചു കഴിഞ്ഞാല് ഈ 6 വർഷമായിട്ട് എനിക്ക് അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. കാരണം ഓരോരുത്തർ പറയുന്നത് ഓരോ സമയത്തായിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ തരും കേട്ടോ. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകളും കിട്ടും കേട്ടോ. എല്ലാത്തിന്റെയും റെക്കോർഡഡ് ക്ലാസ്സുകളും PDF-ഉം ഉണ്ടാവും. ഇതെല്ലാം രാത്രിയാണ് പറയുന്നത് കേട്ടോ. 6, 8, 9, 10 ഒക്കെ പറഞ്ഞത് എന്താണ്, നൈറ്റ് ആണ്. യെസ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പൊ തുടക്കക്കാർക്ക് ഫോളോ ചെയ്യുന്നതിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. സമയം ഇപ്പോ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ ഡെയിലി ഒരു ക്ലാസ് ആണ് ചെയ്യുന്നത്, വൈകുന്നേരങ്ങളിലായിരിക്കും ക്ലാസ്. ഓക്കെ, സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാവില്ലേ? സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാവില്ലേ? യെസ്, നമ്മുടെ സിലബസിൽ ഇതെവിടെയായിരുന്നു, വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റ്. AC ഒക്കെ ഇട്ടിട്ട് കുറെ കാലമായി, വീട്ടിലേക്ക് വന്നിട്ട് തന്നെ കുറെ കാലമായി. യെസ്, ഇതെന്താ തണുക്കാത്തെ? ഓക്കെ, യെസ്. ഇവിടെ കണ്ടോ നിങ്ങള് വാട്ടർ അതോറിറ്റിയുടെ സിലബസ് എവിടെ? കഴിഞ്ഞ ദിവസത്തെ പരീക്ഷയിലെ ഭൂരിഭാഗം ആളുകൾ, ഒരു വലിയൊരു വിഭാഗം ആളുകൾ ഉണ്ടല്ലോ, പരീക്ഷാ ഹാളിലാണ് 20 മാർക്കിന് എന്തൊക്കെയോ ചോദിച്ചു എന്ന ഫീഡ്ബാക്കോട് കൂടിയിട്ട് പറഞ്ഞത്. ഏത് നമ്മുടെ പിള്ളേരല്ല കേട്ടോ. യെസ്, അതായത് ഈ സിലബസ് കാണാതെ നമ്മൾ നേരത്തെ പറഞ്ഞ സിലബസ് വെച്ച് പഠിച്ചു പോയ ആളുകളാണ് ഒരുവിധ ആളുകൾ, പുറത്തുള്ള ആളുകൾ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? പരീക്ഷാ ഹാളിൽ കയറിയിട്ട് നമുക്കറിയാത്ത എന്തൊക്കെയോ ചോദിച്ചു സാർ എന്ന് പറഞ്ഞിട്ട് ആരാണ്ടൊക്കെ മെസ്സേജ് അയച്ചിരുന്നു. ഏത് നമ്മുടെ പഴയ ബാച്ചിലെയൊക്കെ ഏതെങ്കിലുമൊക്കെ സ്റ്റുഡൻസ് ആയിരിക്കണം കേട്ടോ. യെസ്, അപ്പോ ഇനി ചില പരീക്ഷയിൽ ഇപ്പൊ DC-യുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളും കയറി വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിൽ എന്താ എക്സ്ട്രാ? GK-യിൽ മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ മാറ്റമുണ്ടോ? മാറ്റമുണ്ട് കേട്ടോ. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന 2 ഭാഗം 6ഉം 4ഉം മാർക്ക്. പിന്നെ വേർഡിൽ നിന്ന് ആകെ 4 മാർക്ക്, എക്സലിൽ നിന്നും 4 മാർക്ക്, പവർ പോയിന്റിൽ നിന്ന് 2 മാർക്ക്. ഇങ്ങനെ കുറച്ചു. അപ്പൊ എത്രയായി? അവിടെ 10, ഇവിടെ 10, 20 മാർക്കാണ് കമ്പ്യൂട്ടർ ഫണ്ടമെന്റലും വേർഡ്, എക്സൽ, പവർ പോയിന്റും. അവിടെ ജനറൽ സിലബസിന് 10th ലെവൽ സിലബസിന് 40 മാർക്കുള്ള കാര്യം. ഓക്കെ, 40 മാർക്കുള്ള കാര്യം ഇവിടെ എന്താണ്, ഇവിടെ 20 മാർക്കായിട്ട് ചുരുങ്ങി. പിന്നെ 20 മാർക്കിന് ചോദിക്കുന്നത് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, C++ ബേസിക്സ്, വിഷ്വൽ ബേസിക് .NET, VB.NET, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, വെബ് ഡിസൈനിങ്, HTML ആൻഡ് ജാവാസ്ക്രിപ്റ്റ്. അതിന്റെ ഇടയിലെ നെറ്റ്വർക്കിന്റെ, ഇന്റർനെറ്റിന്റെ ഒരു മൊഡ്യൂളും അവിടെ വരും. ഓക്കെ, ഇങ്ങനെ ഒരു 20 മാർക്കിനെ ഇടയെ കയറി വന്നിട്ടുണ്ട്. അപ്പോ ഈ സിലബസ് നമ്മൾ എടുക്കുവോ? ഈ സിലബസും വളരെ വിശദമായിട്ട് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, ഈ സിലബസും ഈ കോഴ്സിൽ നമ്മൾ വളരെ വിശദമായിട്ട് കവർ ചെയ്യും. കാരണം അടുത്ത വർഷം ഡിഗ്രി ലെവലിൽ പരീക്ഷയിൽ ഏതെങ്കിലുമൊക്കെ പരീക്ഷയിലെ ഇപ്പൊ വാട്ടർ അതോറിറ്റി വിളിച്ച പോലെ ഏതെങ്കിലുമൊക്കെ ചെറിയ ഡിപ്പാർട്ട്മെന്റ് വേക്കൻസീസ് കുറവാണെങ്കിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലെ നമുക്ക് എന്തുണ്ടാവും, ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്
എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് A21 കണ്ടപ്പോഴാണ്, അല്ല A21 അല്ലല്ലോ ശരിക്കും, A19 കാണുമ്പോഴാണ് ഓർമ്മ വരേണ്ടത്. ചിലരൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സിൽ മുങ്ങിയവരുണ്ട് കഴിഞ്ഞ കോഴ്സിൽ. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കോഴ്സിൽ നിന്ന് മുങ്ങി. കാരണം എന്താ അറിയോ? ഇതെന്നെ കൊണ്ട് പറ്റണില്ല. ഇത് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് കണ്ടിട്ട് ക്ലാസ്സിൽ നിന്ന് മുങ്ങിയവരുണ്ട്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു പറയാം, അവസാനം ഈ 13-ാം തീയതി പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിലെ റാപ്പിഡ് റിവിഷൻ മാത്രം കണ്ടുപോയി. എന്നിട്ട് അവർക്ക് ഒരു 10 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളോട് പറയാനുള്ളത്, ഈ വരാനിരിക്കുന്ന കോഴ്സിൽ 20-ൽ 20 നമ്മൾ അടിക്കണം എന്നുള്ള രൂപത്തിൽ വേണം നമ്മൾ ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, 20-ൽ 20 അടിക്കണം എന്നുള്ള രൂപത്തിൽ വേണം നമ്മൾ ക്ലാസ് ഇരിക്കാൻ വേണ്ടിയിട്ട്. C++ എന്ന് പറയുമ്പോൾ ജേർണി ഷോർട്ട്ഷപ്പ് കണ്ടുപിടിച്ച ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്നും ടോപ്പ് ഡൗൺ ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് അതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്നുള്ളത് തുടങ്ങി അതിന്റെ അറ്റം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും, ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. കാരണം എന്താണെന്നറിയോ? സ്പെഷ്യൽ ടോപ്പിക്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പാ റാങ്ക് ലിസ്റ്റില, ഉറപ്പാ ജോലിയില്ല. ഈ 30-ാം തീയതി ഇന്നലെ നടന്ന പരീക്ഷയിൽ സ്പെഷ്യൽ ടോപ്പിക്ക് 12+13+ മാർക്ക് സ്കോർ ചെയ്തവരുണ്ടെങ്കിൽ അവര് റാങ്ക് ലിസ്റ്റിലായിരിക്കും. വെറ്റുണ്ടോ നിങ്ങൾ? ഈ കഴിഞ്ഞ പരീക്ഷയിൽ 13+ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിലെങ്കിൽ അവർ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. കാരണം മറ്റുള്ളതൊക്കെ ഒരു ആവറേജ് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തൊടുന്ന ചോദ്യങ്ങൾ, തൊടാത്ത ചോദ്യങ്ങൾ എന്നുള്ള രൂപത്തിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായ സ്പെഷ്യൽ ടോപ്പിക്കിനെ കാണണം, പഠിക്കണം. ഓക്കെ, പഠിക്കൂലേ നമ്മളെ? ഇതിന് നമുക്ക് 2-3 ടീച്ചേഴ്സ് വേറെ ഉണ്ട് കേട്ടോ. ആ ടീച്ചേഴ്സിനെ ഞാൻ പിന്നീട് പരിചയപ്പെടുത്താം. പിന്നെ മാത്സ് ഉണ്ടോന്ന് ആരോ ചോദിച്ചു. ഇംഗ്ലീഷ് 10 മാർക്കായിട്ട് ചുരുങ്ങി ഇവിടെ കേട്ടോ. ഇംഗ്ലീഷ് 10 മാർക്കായിട്ട് ചുരുങ്ങിയിട്ട് അവിടെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി വരുന്നുണ്ട്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ 10 മാർക്കും നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കവർ ചെയ്യും. 5 മാർക്ക് സിമ്പിൾ അരിത്തമെറ്റിക്കും 5 മാർക്ക് മെന്റൽ എബിലിറ്റിയും. ഓക്കെ, അപ്പോ ഈ മാത്സിന്റെ കാര്യവും അഡീഷണലി വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യവും നമ്മൾ കവർ ചെയ്യും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. ഓക്കെ, അങ്ങനെ ഇത്രയും സിലബസ് നമ്മൾ ഭംഗിയായിട്ട് ഓരോ പരീക്ഷയ്ക്കും വേണ്ട കാര്യങ്ങളെ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. അത് പച്ചവെള്ളം ടീം നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? അപ്പോ എന്താ പറയാ, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം. 7510116655 എന്ന നമ്പർ നിങ്ങളും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ധൈര്യമായിട്ട് കയറി പോരാൻ പറഞ്ഞോളൂ. അടുത്ത പരീക്ഷ, അടുത്ത വർഷം നടക്കുന്ന എല്ലാ പരീക്ഷയ്ക്കും ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് സെറ്റാണ്. ഡെയിലി ടെസ്റ്റ് വേണം. ഓക്കെ, ഒരു സജഷൻ ആണ്, നമുക്ക് ചെയ്യാം കേട്ടോ. ഡെയിലി ടെസ്റ്റ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ. സ്പെഷ്യൽ ടോപ്പിക്കിനെ നമുക്ക് എന്താണ് സ്പെഷ്യൽ ടോപ്പിക്ക് കുറച്ചൊക്കെ ഞാനും സ്പെഷ്യൽ ടോപ്പിക്ക് വേറെ ടീച്ചേഴ്സിനെ കൂടി വരാമോന്ന്. നിലവിലുള്ളവർ പോരെ? ഇതിൽ C++ ഞാൻ എടുത്തത്, ഒബ്ജക്ട് ഓറിയന്റഡ് ഞാൻ എടുത്തത് പോരെ? പോരെ? നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനിയും ടീച്ചേഴ്സിനെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. സ്പെഷ്യൽ ടോപ്പിക്ക് നേരത്തെ തുടങ്ങുമോ എന്ന് പറയുന്നു. ശരിയാണ്, വല്ലാണ്ട് വൈകില്ല കേട്ടോ, വല്ലാണ്ട് വൈകില്ല. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകളും എന്ത് ചെയ്യും? നമ്മളെ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റ് ഉണ്ടാവില്ല, വളരെ എന്താണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ 2 ക്ലാസ്സുകൾ മാക്സിമം 3 ക്ലാസ്സുകളൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ഓക്കെ. സ്പെഷ്യൽ ടോപ്പിക് സാർ ഞാനല്ലേ എടുത്തിരുന്നത്, പകുതി ഞാനല്ലേ എടുത്തിരുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം കേട്ടോ. അത് നമുക്ക് നോക്കാം. ഒബ്ജക്ട് ഓറിയന്റഡ് ഒക്കെ നമ്മൾ റാപ്പിഡ് ഫയർ മാത്രം പഠിച്ചാൽ തന്നെ ഊപ്പിന്റെ എല്ലാ ചോദ്യങ്ങളും കിട്ടിയില്ലായിരുന്നോ? അല്ലെ? പ്രൈവറ്റ് പബ്ലിക് പ്രൊട്ടക്റ്റഡ് ക്ലാസ് ഈസ് എന്താണ്? ഒബ്ജക്ട് ഈസ് ഇൻസ്റ്റൻസസ് ഓഫ് ക്ലാസ് അല്ലെ? പിന്നെ എന്തായിരുന്നു ഊപ്പിൽ ചോദിച്ചേ? അങ്ങനെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ റാപ്പിഡ് ഫയർ മാത്രം കണ്ടാൽ തന്നെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന വലിയ കടലിൽ നിന്നേ ആ 3-4 ചോദ്യങ്ങൾ നമുക്ക് പെറുക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിരുന്നു അല്ലെ? ഓക്കെ. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ സിലബസുകളെ അങ്ങനെ കൃത്യമായിട്ട് കവർ ചെയ്യും. സമയം ഇങ്ങനെയാണ് എന്ന് നമ്മൾ ഓൾറെഡി പറയുകയും ചെയ്തു. ഓക്കെ, ഇനി എന്താ പറയാനുള്ളത്? ടീച്ചേഴ്സിനെ കുറിച്ചും നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടി അല്ലെ? അപ്പൊ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാനും ഞാൻ പറഞ്ഞു. പിന്നെ ഡെയിലി മോക്ക് ടെസ്റ്റ് നമ്മൾ പരിഗണിക്കുന്നു, അത് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പരിഗണിക്കുന്നു. ഇനി അടുത്തത് എന്താ പറയാനല്ലേ?
യെസ്, നമ്മുടെ ക്ലാസ്സുകളെല്ലാം ആപ്പില് ലൈവ് ക്ലാസ്സുകളായിരിക്കും. അത് തന്നെ പച്ചവെള്ളത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നതാണ്. യെസ്, നമ്മുടെ ക്ലാസിന്റെ പോൾ ഓക്കെ ആയിട്ടില്ല ബ്രോ, നോക്കാം നമുക്ക് പോൾ ഓക്കെ ആയെന്ന് നോക്കാം കേട്ടോ. യെസ്, നമ്മുടെ ക്ലാസിന്റെ ടൈം ടേബിള് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടും. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് അയക്കണേ. നമ്മുടെ പെയ്ഡ് ബാച്ചിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് അയക്കണേ കേട്ടോ. നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇതിലേക്ക് അയച്ചാൽ മതി, ഗ്രൂപ്പിൽ ആഡ് ചെയ്യും കേട്ടോ. അപ്പൊ വാട്സപ്പ് ഗ്രൂപ്പില് നമ്മുടെ ടൈം ടേബിൾ നമ്മൾ ഷെയർ ചെയ്യും. ഓക്കെ, ടൈം ടേബിൾ ഷെയർ ചെയ്തിട്ട് ആ ടൈം ടേബിൾ അനുസരിച്ചാണ് നമ്മുടെ ക്ലാസ്സുകൾ പോവുക. അപ്പൊ ക്ലാസ് ശ്രദ്ധിക്കണേ, ക്ലാസ് തുടങ്ങിയാല് ആ ടീച്ചർ ലൈവ് നൗ എന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും. അപ്പൊ നിങ്ങൾ ആപ്പിൽ കയറിയാൽ മതി കേട്ടോ. ഇന്ന് സംഭവിച്ചത് ഇപ്പൊ 8 മണി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ ഓൺ ആക്കി ഇതിന്റെ ഓപ്ഷൻസ് അത് എടുത്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 8:02, 3 ആവും. അപ്പൊ നിങ്ങൾ ഇത്രയും പേര് 8 മണിയാകുമ്പോഴത്തേക്ക് ക്ലാസ് ഇല്ലേ കിട്ടുന്നില്ലല്ലോ, ലൈവില്ലേ എന്താ ഇല്ലാത്തത്, ഇന്നില്ലേ നാളെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് അത്രയും ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാവും. ലൈവ് നൗ എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്ലാസ്സിലേക്ക് കയറിയാൽ മതി. അത് എല്ലാ ടീച്ചേഴ്സിന്റെ കേസിലും ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും കാരണവശാൽ ക്ലാസ് ഇല്ലാതെ ഇരിക്കുകയോ മാറ്റിവെക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതത് ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ അത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുകയും ചെയ്യും. ഓക്കെ. പിന്നെ ഗ്രൂപ്പില്, വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അറിയാം ഇത്രയും പേരുണ്ട് അല്ലെ, പരമാവധി മെസ്സേജുകൾ കുറയ്ക്കുക കേട്ടോ. പരമാവധി ഞാൻ ഇടുന്ന മെസ്സേജ് മറ്റൊരാൾക്ക് ഉപകാരമുള്ളതാണോ, അയാൾക്കൊരു ബുദ്ധിമുട്ടാവോ എന്ന് ചിന്തിച്ചിടുക. ഇനി മറ്റൊരാൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഇടുന്നതിന് ഒരു പ്രശ്നമില്ല. ഏത്, യെസ്, നമ്മളൊരു ക്വസ്റ്റ്യൻ ഡൗട്ടായിട്ട് ചോദിക്കുന്നു, നല്ലൊരു ഡൗട്ടാണ്, മറ്റൊരാൾക്കും കൂടി ഉപകാരമുണ്ട് എന്നുള്ളതിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതിന് പ്രശ്നമില്ല. അല്ലാതെ യെസ് എന്താണ് എനിക്ക് ഇന്ന് 7:30 വരാൻ പറ്റില്ല സാർ എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പിൽ ഇടേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ശ്രദ്ധിക്കുക. പിന്നെ ദയവ് ചെയ്ത് മക്കളൊക്കെ ഉള്ള ആളുകള് മക്കളുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്ന സമയത്ത് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് ആർച്ചീവ് ചെയ്തിട്ട് എങ്ങാനും കൊടുക്കുക. ഓക്കെ, എത്ര പേരുടെ കഥാപ്രസംഗങ്ങൾ, എത്ര പേരുടെ പാട്ടുകൾ, എത്ര പേരുടെ പിന്നെ നല്ല നല്ല ചിത്രങ്ങളൊക്കെയാണ് ഗ്രൂപ്പിൽ വരുന്നത്. അഡ്മിൻ ആ സമയത്ത് ആക്റ്റീവ് അല്ലെങ്കിൽ അത് നാട്ടുകാർ മൊത്തം കാണും എന്നുള്ളത് ശ്രദ്ധിക്കുക. ഗ്രൂപ്പ് ആർച്ചീവ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ചില മക്കളൊക്കെ ഉണ്ടാവും ഗ്രൂപ്പ് എടുത്തിട്ട് ഇങ്ങനെ വോയിസ് മെസ്സേജ് ആണ്. അപ്പോ നമ്മൾ അഡ്മിൻ ഓൺലി ആക്കാത്ത എന്താ, ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അഡ്മിൻ ഓൺലി ആക്കൂട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ അത് ക്ലോസ് ചെയ്യാതെ വെക്കുന്നത്. അതൊരിക്കലും ഉണ്ടാവരുത്. നിങ്ങൾ മെസ്സേജുകൾ പരമാവധി കുറയ്ക്കുക, മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോ സമയം ഞാൻ ഒരു ധാരണ തന്നു. ടൈം ടേബിൾ നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ടീച്ചേഴ്സ് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ അവിടെ പറയും. അതിനനുസരിച്ച് നിങ്ങൾ ക്ലാസ്സിലേക്ക് വരിക, ഫോളോ ചെയ്യുക. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ മാത്രം പ്രത്യേകതകൾ നമ്മൾ പറയുകയാണെ. മലയാളത്തിന് നമുക്ക് സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഇംഗ്ലീഷിന് നമുക്ക് സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, കറണ്ട് അഫയേഴ്സിന് നമുക്ക് സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, കമ്പ്യൂട്ടർ പിന്നെ നമ്മളൊക്കെ തന്നെ അല്ലേ നോക്കുന്നത്, അപ്പൊ ആ നമ്മുടെ മെയിൻ ഗ്രൂപ്പ് മതി കേട്ടോ. മാത്സിന് നമുക്ക് സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇനി വേണമെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വേറെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങണമെങ്കിൽ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് അതത് ടീച്ചേഴ്സുമായിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കോമൺ ഗ്രൂപ്പിൽ ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അതത് ഗ്രൂപ്പുകളിൽ ചോദിക്കുന്നതാണ്. ആ ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്കുകൾ ഇന്നത്തെ ക്ലാസ്സിന് ശേഷം നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം. റെഡിയാണേ? ആ ഗ്രൂപ്പൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടായിരുന്നോ? കഴിഞ്ഞ പരീക്ഷയ്ക്ക് മലയാളത്തിനോ ഇംഗ്ലീഷിനോ ഒക്കെ ഉപകാരപ്പെട്ടായിരുന്നു ഇല്ലേ? ഇംഗ്ലീഷിനൊക്കെ മലയാളത്തിനൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങളെ? കുട്ടികൾ എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ അറിയുന്നവർ പറഞ്ഞു കൊടുക്കും, അറിയാത്തവർ അത് ഷെയർ ചെയ്യും. വളരെ നല്ല രീതിയിലാണ് നമ്മൾ അതൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. തീർച്ചയായിട്ടും മിസ്യൂസ് ചെയ്യാതിരിക്കുക, നല്ല രീതിയിൽ അതിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊക്കെ നമ്മൾ മാത്രം ചെയ്യുന്നത്. ഇതിനൊക്കെ എത്ര റിസ്കുകൾ ഉണ്ടെന്നാ നിങ്ങൾ വിചാരിക്കും. ഒരു ഗ്രൂപ്പ് തുടങ്ങിയാൽ പോരെയെന്ന് അല്ലെ? എത്ര മെസ്സേജുകളാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, അത്രയും റിസ്കുകൾ ഉണ്ട്. എങ്കിലും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി പിന്നെന്താ പരീക്ഷകൾ ഏതൊക്കെയാന്നുള്ളത് അതിപ്പോ നമുക്ക് ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇത്രേ പറയുന്നുള്ളൂ. കഴിഞ്ഞ 4 വർഷമായിട്ട് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയും ഒരു ഓഗസ്റ്റ് മാസത്തിൽ പരീക്ഷ നടത്തുകയുമാണ് ടൈപ്പിസ്റ്റ് തസ്തികകളിൽ PSC ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ വർഷത്തെ മെയിൻ ആയിട്ടുള്ള പരീക്ഷ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ
2025 ജൂലൈയില് റാങ്ക് ലിസ്റ്റ് വന്ന ആദ്യ ജില്ലയുടെ കാലാവധി തീരും. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ക്ലാസ്സിലാണ് ഒരു ചാറ്റ് കൊടുത്തിട്ട് പോയിക്കോ. ഉറങ്ങാനായോ? കാണുന്നുണ്ടോ? ആയില്ല, അവിടെ ഇരുന്നോ. പിന്നെ അപ്പൊ എന്താ പറഞ്ഞേ? അപ്പൊ 2025 ജൂലൈ മാസം ആവുമ്പോഴത്തേക്കും നിലവിലെ ക്ലർക്ക് ടൈപ്പിസ്റ്റിന്റെ കാലാവധി തീരും. ഓക്കെ, കാലാവധി തീരും. അപ്പൊ നമ്മൾ ഒരു ഡിസംബറിലൊക്കെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓഗസ്റ്റിലൊക്കെ, അടുത്ത ഓഗസ്റ്റിലോ സെപ്റ്റംബറിലൊക്കെ ആയിട്ട് പരീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതല്ലാതെ പല പരീക്ഷകളും ഇപ്പൊ ഈ KRF ഒക്കെ വിളിച്ചപ്പോഴല്ലേ നമ്മൾ അറിഞ്ഞത്, രണ്ട് വേക്കൻസി ആണെങ്കിലും നമ്മളെ വിളിച്ചപ്പോഴല്ലേ അറിഞ്ഞത്. അതുപോലെയുള്ള പരീക്ഷകളും നമുക്ക് 2025 പ്രതീക്ഷിക്കാം. ഏത് പരീക്ഷ ആയിക്കോട്ടെ അതിനെല്ലാം ഈ പറഞ്ഞ പോലെ സിലബസ് അനുസരിച്ചുള്ള കൃത്യമായ ക്ലാസ്സുകൾ. അത് KRF ആണ് ആദ്യം വിളിക്കുന്നതെങ്കിൽ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട്, സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ ഉണ്ടാവും. വേറെ ഏതെങ്കിലും എക്സാം ആണെങ്കിൽ അതിനൊരു സ്റ്റഡി പ്ലാനോട് കൂടി ക്ലാസ്സുകൾ ഉണ്ടാവും. അതിന് വേണ്ട കാര്യങ്ങൾ അതിനുള്ളിൽ അടുത്ത വർഷം നടക്കുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് സിലബസ് കവർ ചെയ്യുന്ന രൂപത്തില് നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും കേട്ടോ. കൈക്കൊക്കെ എന്താ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെന്താ? പിന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മളെ ഈ കോഴ്സ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? പിന്നെ നമ്മൾ ആപ്പുമായി ബന്ധപ്പെട്ട എന്ത് സംശയം നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കരുത്. ഈ നമ്പറിലേക്ക് പേഴ്സണലൈസ്ഡ് മെസ്സേജ് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ടെക്നിക്കൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഹൈക്കോർട്ടിലെ ടൈപ്പിസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കേണ്ട സമയമായി. ഓക്കെ, പക്ഷെ അവരത് നീട്ടിക്കൊണ്ടുപോവാണ്. ദേവസ്വം ബോർഡ് ടൈപ്പിസ്റ്റ് നമ്മൾ ഇന്റേണലി അറിഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 7 വേക്കൻസിയാണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 10 ആയി കഴിഞ്ഞാൽ അവർ വിളിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതൊക്കെ നടന്നോട്ടെ, അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോട്ടെ. നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പണികൾ നമ്മൾ ആരംഭിക്കുന്നു കേട്ടോ. ഓക്കെ, ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഡിസംബറിൽ വരുമോ വീണ്ടും ചോദിക്കുന്നു. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. 25 ജൂലൈയിൽ കാലാവധി തീരുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ 24-ൽ നമുക്ക് എന്ത് ചെയ്യണം, പരീക്ഷ വിളിക്കണം, കോൾ ഫോർ ചെയ്യണം, നോട്ടിഫിക്കേഷൻ വരണം. അതാണ് നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നോർമലി ഉള്ള പോലെ തന്നെ ജനറൽ 36, OBC 39, SC ST 41. അതിന് ഞാൻ അങ്ങോട്ട് പോയിക്കും, ഞാൻ ഒപ്പം വരാം കേട്ടോ. ഓക്കെ, വരട്ടെ, ഇപ്പൊ വരട്ടോ. ഓക്കെ, അപ്പൊ 36, 39, 41 ആണ് ഏജ് ലിമിറ്റ്. ഓക്കെ, ജൂനിയർ ഇൻസ്ട്രക്ടർ ഈ നവംബറിൽ നടക്കുന്ന പരീക്ഷയിൽ നമ്മൾ എങ്ങനെയാ സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യുക? അപ്പൊ ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷ ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ എത്ര പേരുണ്ട്? ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷ ചെയ്യുന്ന ആളുകൾ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാമോ? ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷ ചെയ്യുന്ന ആളുകള്. അപ്പൊ അവിടെ നിങ്ങൾക്ക് നമ്മൾ ജനുവരി മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെ എടുത്ത ക്ലാസിന്റെ ഫുൾ റെക്കോർഡിങ്സ് ഈ ബാച്ചിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് അവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ജനുവരി മാസം മുതൽ ഓഗസ്റ്റ് വരെ എടുത്ത നമ്മൾ ഇത്രയും ടോപ്പിക് ഉണ്ടല്ലോ, സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള മലയാളം, ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആപ്പില് നിങ്ങൾക്ക് സൗജന്യമായിട്ട് അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ. നവംബറിന് മുന്നേ ഇനി നമുക്ക് സിലബസ് ഫുൾ ആയിട്ട്, ഇപ്പൊ വിളിച്ചൊരു പരീക്ഷയല്ല, മീൻസ് ഇപ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ലൈവായിട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. നമ്മൾ 2025 പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ, പിന്നെന്താ പറ? ഷോർട്ട് ഹാൻഡ്, അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഷോർട്ട് ഹാൻഡിന്റെ ഉണ്ട്, സിലബസിൽ ഉണ്ട്, എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഷോർട്ട് ഹാൻഡിന്റെ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ഹാൻഡിന്റെ ക്ലാസ്സുകൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നോക്കിയിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ടീച്ചേഴ്സിന് അറേഞ്ച് ചെയ്യാം. നല്ല ഷോർട്ട് ഹാൻഡ് കിഡിലനായിട്ട് എടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞോളൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ നമ്പർ കൊടുക്കൂ കേട്ടോ. ഷോർട്ട് ഹാൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചതോ നിങ്ങൾക്ക് അറിയുന്നതോ ആയിട്ടുള്ള അടിപൊളി ടീച്ചേഴ്സ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാം, അവരെ നമുക്ക് സെലക്ട് ചെയ്യാം. പറ്റുന്നത്രയും വേഗത്തിൽ ഷോർട്ട് ഹാൻഡിന്റെ ക്ലാസ്സുകൾ ചെയ്യാം കേട്ടോ. അപ്പൊ ഷോർട്ട് ഹാൻഡിന്റെ ക്ലാസ്സുകളും നമ്മൾ നിങ്ങൾക്ക് ഉറപ്പ് തന്നതാണ്. ഈ സിലബസിൽ അതും കൂടി നമ്മൾ കവർ ചെയ്യും. പോരെ? 2025 ഡിസംബർ വരെ ഓൾഡ് ക്ലാസ്സസ് കിട്ടും കേട്ടോ. ഓൾഡ് ക്ലാസ് കിട്ടും. അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, പിന്നെന്താ പറയാനുള്ളത്? അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇൻട്രഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. നാളെ ചൊവ്വാഴ്ച, നാളത്തെ ക്ലാസ് ഞാൻ ഇംഗ്ലീഷോ മലയാളം ആയിരിക്കും കേട്ടോ. ഇംഗ്ലീഷോ മലയാളം ആയിരിക്കും. യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് LD ടൈപ്പിസ്റ്റ് ഒക്കെ ഇനി 25 ലാസ്റ്റിലോ 26 ഒക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുക, പരീക്ഷകൾ നടക്കുക കേട്ടോ. 3 വർഷത്തിലാണ് നടക്കുക. 23-ലാണ് നടന്നത്. അപ്പൊ 26-ലാണ് നടക്കുക. ഈ വർഷം അല്ല, 25 അല്ല, അടുത്ത വർഷമാണ് നടക്കുക കേട്ടോ.
ഓക്കെ. പിന്നെ എന്താ പറയാ, ടൈപ്പിസ്റ്റ് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ കുറെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, വാട്ടർ അതോറിറ്റി ഒക്കെ DCA മാത്രം വെച്ച് ഈക്വലൻസി ഒക്കെ വെച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. 33,000 പേര് ഗ്രേഡ് 2ഉം 13,000 പേര് വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതില് ഏകദേശം ഒരു 20% ആളുകൾ ഫേക്ക് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ചാൻസുകൾ വീണ്ടും കൂടും കേട്ടോ. ഓക്കെ, ആ എണ്ണം നോക്കണ്ട, നമ്മുടെ നോട്ടിഫിക്കേഷനിലുള്ള മീൻസ് നമ്മുടെ കലണ്ടർ വന്നപ്പോൾ ഉള്ള എണ്ണം നോക്കണ്ട. ഒരുപാട് പേര് ഓക്കെ യെസ്, ഒരുപാട് പേര് DCA മാത്രം വെച്ച് അപ്ലൈ ചെയ്തവരുണ്ട്. അവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, പുറത്താക്കണം കേട്ടോ. യെസ്, പിന്നെ 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 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾ ചോദിക്കട്ടോ. ഡൗട്ടുകൾ നിങ്ങൾ ചോദിക്കുക. നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, പച്ചവെള്ളം ടൈപ്പിസ്റ്റ്. ഓക്കെ, ടൈപ്പിസ്റ്റ് പച്ചവെള്ളം ടൈപ്പിസ്റ്റ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കിട്ടും. ഓക്കെ, കോമൺ ആയിട്ട് മെയിൻ ആയിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പ് ആണ്. അതിൽ പറ്റുകയാണെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലും ആ ടെലഗ്രാം ഗ്രൂപ്പിലും നമ്മൾ എന്ത് ചെയ്യും, പുതിയതായിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻസ്, ഈ പിന്നെ ഒരുപാട് അപ്ഡേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോ നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസും പിന്നെ നമ്മുടെ വേക്കൻസി ഒഴിവായതും അഡ്വൈസുകൾ വന്നതും ഇത്തരം ന്യൂസുകളും കാര്യങ്ങളൊക്കെ പച്ചവെള്ളം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യും. ഒരിക്കലും നിങ്ങൾ അത് കാണാതിരിക്കരുത് അല്ലെ. അടുത്തത് ഇനി വരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടില്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് അയച്ചു തരണം. നമുക്കത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പൊ പച്ചവെള്ളം ടൈപ്പിസ്റ്റ് ടെലഗ്രാമിൽ കേട്ടോ, പച്ചവെള്ളം ടൈപ്പിസ്റ്റ്, അതല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അവിടെയൊക്കെ പഠിപ്പിക്കുന്ന കണ്ടിട്ട് നമ്മൾ ഓക്കെ യെസ്. പച്ചവെള്ളം ടൈപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? ടൈപ്പിസ്റ്റ് യെസ്, ക്ലർക്ക് ടൈപ്പിസ്റ്റിന് DCA. ക്ലർക്ക് ടൈപ്പ് ഞാൻ നേരത്തെ ലേറ്റ് ആയി വന്ന ആളായിരിക്കും വീണ. ക്ലർക്ക് ടൈപ്പിസ്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. നിലവിൽ ക്ലർക്ക് ടൈപ്പിസ്റ്റിന്റെ സിലബസിൽ DCAയുടെ സബ്ജക്റ്റുകൾ ഇല്ല. ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ക്ലാസ്സുകളും ഉണ്ടാവും കേട്ടോ. പച്ചവെള്ളം സ്റ്റാർട്ട് ചെയ്തിട്ട് 2019 ഏപ്രിൽ 16-ാം 15-ാം തീയതിയാണ് പച്ചവെള്ളം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഞാൻ വേറൊരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിരുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് ആ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു യൂട്യൂബ് ചാനൽ അധികമായിട്ടില്ല തുടങ്ങിയിട്ട്, നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ ടെലഗ്രാമിലും ഒക്കെ പച്ചവെള്ളം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 5 വർഷമായി. പക്ഷെ ഈ വർഷം 2024 ജനുവരി 1-ാം തീയതിയാണ് നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്യുന്നത്. ജനുവരി 14-ാം തീയതിയാണ് ടൈപ്പിസ്റ്റ് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ യെസ്. പക്ഷെ നമ്മള് ടൈപ്പിസ്റ്റിന്റെ ക്ലാസ്സുകളെ ഒരുപാട് നാളായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് ടൈപ്പിസ്റ്റിന്റെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത്രയും സ്റ്റുഡൻസ് നമുക്ക് എന്താണ് പോസിറ്റീവായിട്ട് ഫീഡ്ബാക്കുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മളും ഭംഗിയായിട്ട് ആത്മാർത്ഥമായിട്ട് ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ടുകൾ യെസ്, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, റിസൾട്ട് ഓട്ടോമാറ്റിക്കലി വരും എന്ന് ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏതോ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ 100% ആത്മാർത്ഥമായിട്ട് ചെയ്യാം. എനിക്ക് 99% PSC കൊടുക്കുക, 1% കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ 1% എന്റേത് എവിടെയോ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PSC കിട്ടൂല കേട്ടോ. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ, അത് PSC പഠനത്തിലായിക്കോട്ടെ ലൈഫിൽ എന്തിലും ആയിക്കോട്ടെ, 100% കൊടുത്താലേ നമുക്ക് അതിൽ സക്സസ് ആവാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ ആരെയും കബളിപ്പിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും നമ്മൾ കബളിപ്പിക്കാൻ പാടില്ല. നമ്മൾ PSC പഠിക്കാൻ വേണ്ടിയിട്ട് 2,500 രൂപ 2,600 രൂപ 2,999 രൂപയ്ക്ക് കൊടുത്തിട്ട് 1.5 വർഷത്തെ ഇവിടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തു. എന്നിട്ട് യെസ് എന്താണ്, നമ്മുടെ ഇതൊരു സൈഡ് പരിപാടിയായിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നടക്കൂല. ആത്മാർത്ഥമായിട്ട് ഇതിലേക്ക് ഇറങ്ങി തിരിച്ച ആളുകളൊക്കെ 100% കൊടുക്കാൻ താല്പര്യത്തോടു കൂടി തന്നെ ഇറങ്ങുക. യെസ്, എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. 2 മാസം പഠിക്കുക, പിന്നെ 3 മാസം ബ്രേക്ക്, അങ്ങനെ ആയി കഴിഞ്ഞാൽ PSC ഒരിക്കലും കിട്ടില്ല. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതിനകത്ത് മെയിൻ ആണ്. ഓക്കെ, 100% കൊടുക്കുക എന്നുള്ളതും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, വേറെന്താ? സിലബസ് ദേവസ്വം ബോർഡിന്റെ ടൈപ്പിസ്റ്റില്, ദേവസ്വം ബോർഡ് ക്ലർക്കിലൊക്കെ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ടൈപ്പിസ്റ്റിൽ അങ്ങനെ വലിയ വ്യത്യാസങ്ങളില്ല. കാരണം ഇത് ചെയ്യുന്ന ജോലികളൊക്കെ സെയിം തന്നെയാണ്. ഇനി വല്ല ടേംസ് എങ്ങാനും വന്നെങ്കിലേ ഉള്ളൂ. അതുണ്ടെങ്കിൽ അതിനും നമ്മൾ സ്പെഷ്യൽ ടീച്ചേഴ്സിന് നമ്മൾ കൊണ്ടുവരും കേട്ടോ. യെസ്, ഓക്കെ. ഡൊമൈൻ DCAക്ക് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ മെയിൻ്റനൻസ് ഈക്വലൻസി ഉണ്ടോ? ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് ഇതുപോലെയുള്ള സംശയങ്ങളില്ലേ, DCAക്ക് ഞാൻ പഠിച്ച ഇന്ന കോഴ്സ് ഈക്വലന്റ് ആണോ, ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കണേ.
DCAക്ക് ഈ ഞാൻ പഠിച്ച ഈ കോഴ്സ് ഈക്വലന്റ് ആണോ എന്ന് പറയുന്ന സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതും നമ്മുടെ നമ്പറിൽ അയക്കുക. ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു PDF ആയിട്ട് ഞാൻ ഒരു ദിവസം തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്. തിരുവനന്തപുരത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കൂടെ ജോയിൻ ചെയ്യാം. നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണ് നിലവിൽ DCAക്ക് ഈക്വലന്റ് ആയിട്ടുള്ളത് എന്നുള്ളത് ഉടനെ തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട് കേട്ടോ. അത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ പഠിച്ച ഏതെങ്കിലും കോഴ്സിന്, അത് ഈ ജിടെക്കാർ കൊടുക്കുന്ന ഡിഫ ബിഫ ഗിഫ എന്ന് പറയുന്ന കോഴ്സ് ഒന്നും ചോദിച്ചേക്കരുത്. ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് DCAക്ക് ഈക്വലന്റ് ആണ് എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ നമുക്കതൊന്ന് അന്വേഷിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് മുന്നേ തന്നെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനാക്കണം. നിങ്ങൾ കൂടെ ഉണ്ടാവില്ലേ? തിരുവനന്തപുരത്തുകാർ ഒരു 10 പേര് എന്റെ കൂടെ വന്നാൽ മതി കേട്ടോ. ബാക്കി നമുക്ക് അവിടെ നമ്മളെ കുട്ടികളുണ്ട് അല്ലേ, നമ്മള് കയറി ചെല്ലാൻ പറ്റുന്നിടത്തൊക്കെ നമ്മുടെ പിള്ളേരുണ്ട് കേട്ടോ. യെസ്, അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്കൊന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്, അതങ്ങനെ പറ്റുള്ളൂ. യെസ്, പിന്നെ വേറെന്താ, ഞാൻ ഇനി ക്ലാസ് ആയിട്ട് എടുക്കണ്ടല്ലോ. ഓക്കെ, വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ആ സജഷൻസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സജഷൻസ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യും. വേറെ എന്ത് സംശയം അസിസ്റ്റൻസിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. യെസ്, ഹൈക്കോർട്ടിലെ ടൈപ്പിസ്റ്റിനെ വിളിക്കുകയാണെങ്കിൽ അത്യാവശ്യം വേക്കൻസി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് അവർ ഡിലേ ആക്കുന്നത് മനസ്സിലാവുന്നില്ല. നമ്മൾ അന്വേഷിച്ചപ്പോൾ നവംബറിലൊക്കെ അത് വരേണ്ടതായിരുന്നു. എന്താണ് ഡിലേ ആവുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ചാണ് ഈ കോഴ്സ് ചെയ്യുന്നത്. നിങ്ങളോ ഞാനോ ഇവിടെയുള്ള ടീച്ചേഴ്സോ അല്ല, നമ്മൾ ഒന്നിച്ചാണ് ഈ കോഴ്സ് ചെയ്യുന്നത്. യെസ്, അപ്പൊ നമുക്ക് പറ്റുന്ന അത്രയും നമുക്ക് എന്ത് ചെയ്യാം, ആത്മാർത്ഥതയോടുകൂടി തന്നെ ഈ കോഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. യെസ്, അപ്പൊ തീർച്ചയായിട്ടും അത് നമ്മള് നേടിയിരിക്കും കേട്ടോ. ഓക്കെ, യെസ്, ഞാൻ പറഞ്ഞല്ലോ ഹൈക്കോർട്ടിലെ ടൈപ്പിസ്റ്റില് ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഒരു സിലബസ്. ഇപ്പോ ഇനി ഹൈക്കോർട്ടിലെ ടൈപ്പിസ്റ്റിൽ എന്തെങ്കിലും അഡീഷണലി അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എടുക്കുന്നേ, പച്ചവെള്ളത്തിൽ എടുക്കും. ആ കാര്യത്തിൽ നിങ്ങൾ ബേജാർ വേട. ഞാൻ പറഞ്ഞല്ലോ, ദേവസ്വം ബോർഡിൽ എന്തെങ്കിലും അഡീഷണൽ ഉണ്ടോ നമുക്ക് എടുക്കും. ഹൈക്കോർട്ട് ടൈപ്പിസ്റ്റിൽ എന്തെങ്കിലും അഡീഷണൽ ഉണ്ടോ അത് എടുക്കും കേട്ടോ. നിങ്ങൾ കുറച്ചധികം പേര് പരീക്ഷ, ഒരു 2-3 പേര് അല്ലെങ്കിൽ 10 പേരൊക്കെ എഴുതുന്ന പരീക്ഷ ഏതെങ്കിലും ഒരു വലിയ അനലിസ്റ്റ് അതിനകത്ത് ഇന്ന ടോപ്പിക് അങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പോസിബിൾ ആവില്ല. കുറെ അധികം ആളുകൾ എഴുതുന്ന പരീക്ഷയിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ കയറി വന്ന് അതിനുള്ള പരിഹാരം നമ്മൾ കാണുന്നേ കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് പോകും. ഇനി ഞാൻ ടോപ്പിക് എടുക്കണ്ടല്ലോ, ഞാൻ ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ തന്നെ സമയം 9:09 ആയി അല്ലേ? യെസ്, ഓക്കെ. അപ്പോ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഈ സിലബസ് നമുക്ക് ഇങ്ങനെ കീറി മുറിച്ച് പഠിക്കാൻ പറ്റണം. ഓരോ ടീച്ചേഴ്സും അടുത്ത ദിവസങ്ങളിൽ വേണ്ട രീതിയിൽ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. അപ്പോ നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക. യെസ്, ബ്രേക്ക് ഇല്ലാതെ പഠിച്ചു തുടങ്ങുക. ബ്രേക്ക് ഇല്ലാതെ പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്തു തുടങ്ങും. എന്നാൽ ആദ്യം തന്നെ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ കോഴ്സ് ഇപ്പൊ തുടങ്ങണം എന്ന് വിചാരിച്ചതല്ല. കാരണം കഴിഞ്ഞ ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ നമ്മൾ ഒട്ടും റെസ്റ്റ് ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ മൊമെന്റ് വരെ റെസ്റ്റ് ഇല്ലാതെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയധികം മെസ്സേജസും കോൾസും ആയിരുന്നു ഈ 2-3-4 ദിവസമായിട്ട്. പരീക്ഷ കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ച് തന്നെ എന്താണ്, യെസ്, അങ്ങനെ ഒരു സംഭവേ ഇല്ല. 2-3 ദിവസമായിട്ട് ഓട്ടാണ്. അപ്പോ എന്താ പറയാ, നമ്മൾ ഓണം വരെ കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ? ഓണം വരെ നമുക്ക് ക്ലാസ്സുകൾ കുറച്ച് കുറവായിരിക്കും. ഓക്കെ, യെസ്. പിന്നീട് അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വലിയ പ്ലാൻ ഒക്കെ ഇട്ടിട്ട്, ലോങ് ടേം പ്ലാൻ ഒക്കെ ഇട്ടിട്ട് ക്ലാസ്സുകൾ തുടങ്ങും കേട്ടോ. ഓണം എന്ന് പറയുന്നത് എന്താ പറയാ, പിന്നെ ഓണം ആയതുകൊണ്ടല്ല, നമ്മൾ ഈ പറയുന്ന കുറേ അധികം കാലമായിട്ട് നമ്മൾ ഇങ്ങനെ മൈൻഡ് പ്രഷറിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാം അല്ലെ, പണ്ട് മുതലേ നമ്മൾ അറിയുന്നവർക്ക് അറിയാം. നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു ട്രിപ്പൊക്കെ പോയിരുന്ന ആളാണ്. കഴിഞ്ഞ ജനുവരി 1-ാം തീയതി മുതൽ ഈ പറയുന്ന സെപ്റ്റംബർ 2 വരെ വീട് ഓഫീസ് വീട് എന്നല്ലാത്ത വേറൊരു പരിപാടിയും ജീവിതത്തിൽ ഇല്ല. അപ്പൊ നമുക്ക് ആകെ ഇതിനോടൊരു ഒരു എന്താ പറയാ, വിരക്തി ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടായിരിക്കും ഒരു 10-20 ദിവസം പോവാ ഞാൻ കേട്ടോ. പിന്നെ അപ്പൊ ആ സമയത്ത് വേറെ ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ക്ലാസ്സുകൾ മുടങ്ങാതെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടൂല അല്ലെ? യെസ്, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. എന്ത് സജഷൻ ഉണ്ടെങ്കിലും ചോദിക്കുക. നമ്മൾ പറയുമ്പോ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. നമ്മൾ 100% നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, 100% നിങ്ങളും കൂടെ ഇടാൻ റെഡി ആണെങ്കിൽ ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയുന്നു 100% നമ്മൾ നേടിയിരിക്കും
കേട്ടോ. അത്ര മാത്രമേ പറയുന്നുള്ളൂ. യെസ്, അപ്പോ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് കയറി വരാൻ പറഞ്ഞോളൂ. ഓക്കെ, യെസ്. അടിച്ചു കയറി വാ എന്ന് പറയുന്നില്ല, ആള് പഠിച്ചു കയറി വന്ന എയറിലായിട്ടുണ്ട്. യെസ്, പറ്റുന്ന അത്രയും സജഷൻസ്. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം നമ്മുടെ പഴയ ബാച്ചിൽ ഉണ്ടായിരുന്ന കുട്ടികൾ സജസ്റ്റ് ചെയ്തിട്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് കോഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ശുഭാപ്തി അവര് ഒരു ആത്മവിശ്വാസം തന്നുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ കോഴ്സിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പിന്നെ അവരുടെ പറച്ചിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളതേ വില കുറച്ച് കാണാൻ പാടില്ല. അതേ അവരെന്താണ് ഉദ്ദേശിച്ചത് അതിനേക്കാൾ കൂടുതൽ നമ്മൾ തരും കേട്ടോ. അത്രയും കാര്യങ്ങൾ മാത്രം ഉറപ്പ് തരുന്നു. പോസിറ്റീവായിട്ട് പഠിക്കുക. പിന്നെ പലപ്പോഴും നമ്മൾ കണ്ടുവന്നിട്ടുള്ള എന്താ വെച്ചാൽ നെഗറ്റീവ് തോട്ടുകളാണ് അല്ലെ. നെഗറ്റീവ് തോട്ടുകൾ ഒഴിവാക്കുക, പോസിറ്റീവായിട്ട് തന്നെ പഠിക്കുക. ഒരു വേക്കൻസി മതി നമുക്ക് അല്ലെ, ഒറ്റ വേക്കൻസി മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കിണഞ്ഞ് പരിശ്രമിക്കുക. വെറുതെ ആരും തരില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ നടത്തുക കേട്ടോ. യെസ്, എല്ലാ ക്ലാസ്സിന്റെയും, അത് ഞാൻ പറയാൻ വിട്ടുപോയതാട്ടോ, എല്ലാ ക്ലാസ്സിന്റെയും റെക്കോർഡഡും അതിന്റെ PDF-ഉം ഗ്രൂപ്പിൽ ഇതിലുണ്ടാവും, ആപ്പിൽ ഉണ്ടാവും കേട്ടോ. ആപ്പിൽ ഉണ്ടാവും. ആപ്പിൽ ഇപ്പൊ എങ്ങനെയാ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യണേ. ആപ്പില് താഴെ പ്രൊഫൈൽ എടുക്കുക. ഓക്കെ, പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ കോഴ്സ് ഉണ്ടാവും. കോഴ്സ്, ഓക്കെ, കോഴ്സ് ഉണ്ടാവും. ആ കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അവിടെ 3 ഓപ്ഷൻ ആണുള്ളത്: കണ്ടന്റ്, ലൈവ്, അനൗൺസ്മെന്റ്. ഓക്കെ, ഇങ്ങനെ 3 ഓപ്ഷൻ ആണുള്ളത്. ഏതൊക്കെയാണ്? കണ്ടന്റ്, ലൈവ്, അനൗൺസ്മെന്റ്. ഈ കണ്ടന്റ് എടുത്തു കഴിഞ്ഞാല് അതിനകത്തെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അത് ഏത് ക്ലാസ്സിലേക്കാണോ വേണ്ടത് അതിലേക്ക് ഫോൾഡറിലേക്ക് നമ്മൾ അത് ഇൻസേർട്ട് ചെയ്യും. മലയാളത്തിന് ഒരു ഫോൾഡർ ഉണ്ടാവും, ഇംഗ്ലീഷിന് ഒരു ഫോൾഡർ ഉണ്ടാവും, GK ഒരു ഫോൾഡർ ഉണ്ടാവും, അതിനുള്ളിൽ പല ഫോൾഡേഴ്സ് ഉണ്ടാവും. പിന്നെ കമ്പ്യൂട്ടർ ഫണ്ടമെന്റലിന് ഒരു ഫോൾഡർ ഉണ്ടാവും, MS ഓഫീസിന് ഒരു ഫോൾഡർ ഉണ്ടാവും, അതിനുള്ളിൽ വേർഡ്, എക്സൽ, പവർ പോയിന്റ്. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന രൂപത്തിൽ. പണ്ടേ ഞാൻ എന്ന് പറഞ്ഞ പേഴ്സണലി എന്താണ് ഒരു വൃത്തിയുടെ ആളാണ്. മീൻസ് ഈ പഠിക്കുന്ന കാര്യത്തിൽ ഒരു അലൈൻമെന്റ് നമുക്ക് പണ്ട് മുതലേ ഉണ്ട്. ആ രൂപത്തിൽ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തില് നമ്മൾ അലൈൻ ചെയ്തിട്ട് വൃത്തിയായിട്ട് വെടിപ്പായിട്ട് ഗ്രൂപ്പിൽ ഇതുവരെ അങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളത്. എല്ലാം സംശയമില്ലാത്ത രൂപത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ രൂപത്തിൽ നമ്മളെ തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ. യെസ്, അപ്പൊ അതവിടെ ഉണ്ടാവും. ക്ലാസ് കഴിഞ്ഞാൽ അത് ലൈവിലാണ് ഉണ്ടാവുക കേട്ടോ. പിന്നീട് വൈകുന്നേരം എപ്പോഴെങ്കിലും ആയിരിക്കും അത് കണ്ടന്റിലേക്ക് മാറ്റുക. അപ്പൊ കണ്ടന്റിൽ വന്നിട്ടില്ല എന്ന് വിചാരിച്ചാൽ അപ്പൊ തന്നെ മെസ്സേജ് അയക്കേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, ലൈവിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ അവിടെ ഉണ്ടാവും. PDF-ഉം റെക്കോർഡിങ്സും പിന്നീട് കണ്ടന്റിലേക്ക് മാറ്റുന്നത് ചിലപ്പോൾ രാത്രിയോ സമയത്തിനനുസരിച്ചോ ഒക്കെ ആയിരിക്കും. അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് കണ്ടന്റ്, ലൈവ്, അനൗൺസ്മെന്റ് എന്ന് പറയുന്ന 3 ഭാഗം ഉണ്ടല്ലോ. ഓക്കെ, യെസ്, ഓക്കെ, കണ്ടന്റ്, ലൈവ്, അനൗൺസ്മെന്റ് എന്ന് പറയുന്ന 3 ഭാഗമല്ലേ. അപ്പൊ ക്ലാസ് കഴിഞ്ഞാൽ ലൈവിൽ അവിടെ ഉണ്ടാവും. പിന്നെ കണ്ടന്റിലേക്ക് നമ്മൾ മാനുവലി മാറ്റുന്നതാണ്. ചിലപ്പോൾ ഡിലേ വന്നേക്കാം, കുറച്ചൊക്കെ ഡിലേ വന്നേക്കാം കേട്ടോ. അത് നിങ്ങൾ നോക്കിയാൽ മതി. ലൈവിൽ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ലൈവ് ഉപയോഗപ്പെടുത്താനും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ചില ക്ലാസ്സുകൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആവും ആപ്പിലേക്ക്. ചില ക്ലാസ്സുകൾ ചിലപ്പോൾ 24 മണിക്കൂർ വരെ, മാക്സിമം പറയുന്നത് 24 മണിക്കൂറാണ്. അപ്പൊ അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഉണ്ടാവാറുള്ളൂ. അതും നിങ്ങൾ എന്ത് ചെയ്യുക, ക്ഷമയോടുകൂടി കാത്തിരിക്കുക കേട്ടോ. യെസ്, അപ്പോ ഇടയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ഇല്ലേ ആഷ്ലി? നമുക്കത് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. കഴിഞ്ഞ LD ടൈപ്പിസ്റ്റിലെ തിരുവനന്തപുരത്ത് റാങ്ക് 13 ഗാഥ ഇന്നലെ മെസ്സേജ് ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ LD ടൈപ്പിസ്റ്റിലെ നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ വരാനുണ്ട്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, LD ടൈപ്പിസ്റ്റ് ഒക്കെ ആയിട്ട്. യെസ്, അപ്പോ അവരുടെ പിന്നെ എന്താ പറയാ റിസൾട്ടുകൾ നമ്മൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത പ്രയത്നം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. യെസ്, അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞത് ഞാൻ ഒന്നും കൂടെ പറയുന്നു. 100% നമ്മൾ തരും. പച്ചവെള്ളം ടീമും തരും. 100% നിങ്ങൾ വിടുക, 100% നമ്മൾ എത്തിയിരിക്കും. ഓക്കെ, യെസ്, ഈ കാര്യങ്ങൾ 100% നിങ്ങൾ നിങ്ങളെ ആദ്യം എന്ത് ചെയ്യുക, വിശ്വസിപ്പിക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ ഇത്രയെന്ന് പറയുന്നുള്ളൂ. താങ്ക് യു സോ മച്ച്. പിന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിനെ ഹൃദയത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. A19 എടുത്തു പറയണം അല്ലെ. A19 ഒക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ലെന്ന് അറിയോ. അതേപോലെ എല്ലാവരും 13 പേരുടെ ഗ്രൂപ്പ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഈ ഗ്രൂപ്പിൽ നമ്മുടെ ആ KGT പിന്നെ നമ്മുടെ സെന്ററിൽ പഠിച്ച എല്ലാവരും ജോയിൻ ചെയ്യുന്നു സാർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഓഫറൊക്കെ കൊടുക്കും. യെസ്, ആ രൂപത്തിലെ നിങ്ങൾ അത്രയും പോസിറ്റീവായിട്ട് ഇതിനെ കാണുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലും റിസൾട്ടിലും ജോലിയിലും
എല്ലാം ആ സന്തോഷം നിലനിൽക്കണം. നമ്മുടെ ഓഫീസ് വരുന്നത് എറണാകുളത്ത് കടവന്ത്രയിലാണ്. ഐ റിപ്പീറ്റ്, നമ്മുടെ ഓഫീസ് വരുന്നത് എറണാകുളത്ത് കടവന്ത്രയിലാണ്. ആ ഭാഗത്തു കൂടി വരികയാണെങ്കിൽ ഓഫീസ് നിങ്ങൾ വിസിറ്റ് ചെയ്യണം. യെസ്, ആ സന്തോഷത്തിലും അതും നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. യെസ്, അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.